ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. കലശം നീരൊഴുക്കിലെ നിമഞ്ജനം ചെയ്ത് തിരിച്ചു വരുന്നതുവരെ ആരോടും സംസാരിക്കാൻ പാടില്ല. ഒരു ഉറുമ്പിനെ പോലും ഉപദ്രവിക്കാതെ ശ്രദ്ധിക്കണം. കാവിലെ ചടങ്ങുകൾ കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രോത്സവത്തിന്റെ തീയതിയും ഉത്സവത്തിന്റെ ചടങ്ങുകളെയും കുറിച്ച് ചർച്ച ചെയ്യാം. ശരി, ക്ഷേത്ര ഭാരവാഹി എന്തു പറയുന്നു? വർമ്മ സാറിന്റെ തീരുമാനം പോലെ ഇത്തവണ ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്. എന്താ പറഞ്ഞോളൂ. അത് ഇത്തവണ ഉത്സവത്തിന് 11 ആനകളെ വേണമെന്നാ ആനപ്രേമികളായ ഭക്തരുടെ അഭിപ്രായം. പിന്നെ ഓരോ വർഷവും ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് ഓട്ടുപുരയൊന്ന് വലുതാക്കി പുതുക്കി പണിയണം. അതിനെന്താ, എല്ലാം ഷെയറിനോട് സംസാരിച്ചാൽ മതി. ശരി ചേട്ടാ, ഇനി മുതൽ ഞാനല്ല, രാജു വേണം ഇതൊക്കെ നോക്കി നടത്താനും സംസാരിക്കാനും. നീ രാജുവായിട്ട് സംസാരിച്ചാൽ മതി, ഞാൻ അവനോട് സൂചിപ്പിക്കാം. ശരി ചേട്ടാ. വർമ്മ സാറേ, ഇനി സമയം വഹിക്കാതെ ചടങ്ങിന്റെ ആദ്യഘട്ടമായ അഭിഷേകത്തിലേക്ക് നമുക്ക് കടക്കാം. അഭിഷേകോ? അതെ, കുഞ്ഞിനൊന്നും അറിയില്ലായിരിക്കും അല്ലേ? ഇവിടെ അവസാനമായി കാവിൽ നടന്ന ഉടമാൾ കൈമാറ്റം കോവിലകത്തെ വലിയ കാരണവന്മാർക്കും വർമ്മ സാറിനും ഇടയിലായിരുന്നു. അന്ന് മോൻ കുഞ്ഞായിരുന്നു. അഭിഷേകം എന്തെന്ന് ഞാൻ പറഞ്ഞുതരാം. ഉടവാൾ കൈവാങ്ങേണ്ട പുതിയ അവകാശിയെ ആദരിച്ചിരുത്തി മഞ്ഞൾ വെള്ളം ധാരധാരയായി തലയിലൊഴിച്ച് ശരീരം ശുദ്ധമാക്കിയതിനു ശേഷം ദേഹത്ത് ചന്ദനം പുരട്ടി ശുദ്ധമായ പശുവും പാലിൽ ആ ശരീരം വെള്ളത്തിൽ നീരാടി അവകാശി നീരൊഴുക്കിൽ കലശവുമായി നിമഞ്ജനം ചെയ്ത് തിരികെ വന്ന് ദേവിയുടെ മുന്നിൽ കലശം സമർപ്പിച്ച ശേഷമാണ് ഉടവാൾ കൈമാറേണ്ടത്. അതാണ് നമ്മുടെ ആചാരം. വർമ്മ സാറേ, രാജുവിനെ വിളിച്ചോളൂ. ശരിയാ, ചെല്ല. ശരി ചേട്ടാ. രാജു, ചേട്ടൻ വിളിക്കുന്നു, അവിടേക്ക് വരാൻ. എന്താ ചേട്ടൻ സാറേ, എന്താ കാര്യം? അത് രാജു, ക്ഷേത്രത്തിൽ ഒരു പ്രത്യേക ചടങ്ങുണ്ട്. ക്ഷേത്രത്തിലെ കലശം നിമഞ്ജനം ചെയ്യേണ്ട ചടങ്ങ്. ആ ചടങ്ങ് രാജു ചെയ്യണമെന്നാ ചേട്ടൻ പറയുന്നത്. ഞാനോ? അതെ, പോറ്റിയും പറഞ്ഞത് രാജു തന്നെ ചെയ്യേണ്ടേന്നാ. അതെങ്ങനെ ശേഖരൻ സാറേ ശരിയാവുന്ന? രാജു, ശരിക്കും അത് ചെയ്യേണ്ടത് ദീപക്ക. അവന്റെ മനസ്സിലിരിപ്പ് രാജുവിന് അറിയാലോ. അവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചാൽ കുടുംബത്തിന് ഐശ്വര്യക്കേടാ. രാജു ദയവ് ചെയ്ത് എതിരൊന്നും പറയാതെ ആ ചടങ്ങൊന്ന് ചെയ്യണം. മോനെ, നീ എന്താ നിന്ന് ആലോചിക്കുന്നത്? വർമ്മ സാറിന്റെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയല്ലേ? ചെല്ല്, എന്താ വേണ്ടെന്ന് വെച്ച് ചെയ്തു കൊടുക്ക്. അച്ഛാ, ചെല്ലടാ. ശരി. വാ രാജു. ശേഖര, എല്ലാവരോടും വരാൻ പറയേ. ശരി ചേട്ടാ. ചെല്ല. രാജു, വാ. വേണോട്ടാ, മുഹൂർത്തായി. എല്ലാരും വാ. വാ മോളെ. വാ വാ വാ. രാജു, ഷർട്ട് അഴിക്കുക. രാജു, ഷർട്ടൊന്ന് അഴിക്കണം. ഷർട്ടോ? അതെ. രാജുവിനെ ഈ പീഠത്തിലേക്ക് ഇരുത്തിക്കൊള്ളൂ. രാജു, ഇരിക്ക. രാജു, അല്ല. ചെല്ല് ചെല്ല് രാജു.
മനസ്സിൽ ധ്യാനിച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ. ഇനി കണ്ണു തുറന്നുള്ളൂ. എഴുന്നേറ്റുള്ളൂ. വായിക്കൊള്ളൂ. കലശം നീരൊഴുക്കിലെ നിമഞ്ജനം ചെയ്ത് തിരിച്ചു വരുന്നതുവരെ ആരോടും സംസാരിക്കാൻ പാടില്ല. ഒരു ഉറുമ്പിനെ പോലും ഉപദ്രവിക്കാതെ ശ്രദ്ധിക്കണം. നീരൊഴുക്കില് 3 തവണ കലശവുമായി മുങ്ങിയെണീറ്റ് ചെയ്ത പാപങ്ങൾക്കെല്ലാം പഞ്ചഭൂതങ്ങളോട് മാപ്പ് പറഞ്ഞ് തിരിഞ്ഞു നോക്കാതെ കലശം ഇവിടെ എത്തിക്കണം. പിന്നെ ശേഖരൻ കൂടെ ഉണ്ടാവണം. ശരി തിരുമേനി. എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. രാജു കലശവുമായി നിമഞ്ജനം ചെയ്ത് തിരിച്ചു വരുന്നതുവരെ കുടുംബത്തിന്റെ സമൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടി മനസ്സുരുകി പ്രാർത്ഥിച്ചോളൂ.